ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. കുറച്ച് ഡേയ്സ് മുൻപ് എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, ഒക്കെ അപ്ലോഡ് ആക്കി വരുമ്പോഴേക്കും ഒരാഴ്ച രണ്ടാഴ്ചയും കഴിയുന്നു മാത്രം. എനിവേ, അനിയത്തിയും ഹസ്ബൻഡും കുട്ടിയും കൂടെ കൂടിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് സെറ്റാക്കാണ്. ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല, ഇൻഷാല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് ഒരു ദിവസം വിളിക്കും. ഇപ്പോൾ ജസ്റ്റ് വൈകുന്നേരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചപ്പാത്തി, പാലപ്പം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളെ ആക്കണുള്ളേ. അപ്പോൾ പാലപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ ആദ്യം തന്നെ അങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനി അവിടെ കിടന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് പൊന്തട്ടെ. അതിൻ്റെ റെസിപ്പി ഞാനിനി ഇതിലും കൂടെ പറഞ്ഞ് വെറുപ്പിക്കണില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. ദെൻ ചിക്കനും കൂടെ അങ്ങോട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ചോർന്ന് വരുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് ഇതും കൂടെ അങ്ങ് റെഡിയാക്കി എടുക്കാം. ഉള്ളി, തക്കാളി, പച്ചമുളക് അതൊക്കെ ഒന്ന് അങ്ങോട്ട് ക്ലീൻ ആക്കി വെക്കാം കേട്ടോ. ചിക്കനൊക്കെ മസാല പുരട്ടി വെക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കണില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. നമ്മൾ ജസ്റ്റ് ചിക്കൻ പൊരിക്കണുണ്ട്, പിന്നെ കുറച്ച് ചിക്കന് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള കറിയും കൂടെ ആക്കി വെക്കുന്നുണ്ട്, പിന്നെ ചപ്പാത്തി അതേപോലെ തന്നെ പാലപ്പം കൂടെ. അത് മാത്രമേ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഉണ്ടാക്കാൻ കരുതിയിട്ടുള്ളൂ. ഇൻഷാല്ലാ പിന്നീട് നമ്മളൊരു ദിവസം അവർ ഡീറ്റെയിൽ ആയിട്ട് വിളിക്കുന്നതായിരിക്കും. അന്നേരം ഇൻഷാല്ലാ ഞാൻ നല്ല അടിപൊളി വ്ളോഗൊക്കെ ആയിട്ട് വരാം. ഇന്ന് തൽക്കാലം ഇതൊക്കെ കണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് വന്നിട്ടുള്ളൊരു റിക്വസ്റ്റ് ആയിരുന്നേ, ഈ കട്ടിംഗ് ബോർഡ് അങ്ങോട്ട് മാറ്റാൻ പറഞ്ഞിട്ട്, പകരം വുഡിൻ്റെ ആ ഒരു കട്ടിംഗ് ബോർഡ് എടുക്കാൻ പറഞ്ഞിട്ട്. അതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്, പക്ഷെ അത് താഴത്തെ കിച്ചണിലാണ് ഉള്ളത് കേട്ടോ. അവിടെ പോയി എടുക്കാനുള്ള ആ ഒരു മടി കൊണ്ട് ഞാൻ ഇത് തന്നെ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇനി വുഡിൻ്റെ കട്ടിംഗ് ബോർഡ് തന്നെ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. ഇതിനെ തൽക്കാലം അങ്ങോട്ട് മാറ്റി വെക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ കുറച്ച് മുൻപ് എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. വോയിസ് ഓവർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. പിന്നെ നമ്മൾ തേങ്ങയും കൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് നമ്മൾ ആക്കണമെന്ന്. സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പൊട്ടാറ്റോ കൂടെ ആഡ് ചെയ്യലുണ്ട്. ഇന്നിപ്പോൾ ഇപ്പച്ചി പണിക്ക് പോയതുകൊണ്ട് തന്നെ അതൊന്നും കൊണ്ടുവരാൻ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ചിക്കൻ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുവാണേ. ഒരു സൈഡിൽ കറി ആവണുണ്ട്, ഈ സൈഡിൽ എൻ്റെ തേങ്ങ വറക്കലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കറിക്ക് വേണ്ടിയിട്ടുള്ള ചതവ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ള ആ ഒരു ജാറിൽ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് കറിയിലോട്ട് ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടൂല കേട്ടോ. അങ്ങനത്തെ സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കറി വെക്കുന്നത് ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നണില്ല. ഇതിപ്പോൾ നമ്മളെല്ലാവരും കോമൺ ആയിട്ട് വെക്കണ ഒരു കറി തന്നെയാണ്. വെറൈറ്റി സ്റ്റൈലിലൊക്കെ നമ്മൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഷുവറായിട്ടും ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണതായിരിക്കും. തേങ്ങയൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ വറുത്തെടുത്ത സ്ഥിതിക്ക് ഇനി അതും കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. മുമ്പ് എങ്ങാണ്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കയ്യിന് എന്താ പറ്റിയത് എന്ന്. ഇത് ആക്ച്വലി നമുക്ക് ജന്മനാ വരുന്ന ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടല്ലോ, നമ്മുടെ മറുക്, അതാണ് കേട്ടോ. അല്ലാതെ പൊള്ളിയതോ മുറിയായതോ അങ്ങനെയൊന്നുമല്ല. അന്ന് ഞാൻ അതിന് റീപ്ലൈ കൊടുക്കണമെന്ന് കരുതിയതായിരുന്നു, പക്ഷെ മറന്നുപോയി. ഇപ്പം ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിലങ്ങ് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ വറുത്ത് അരച്ചെടുത്ത സ്ഥിതിക്ക് ഇനി ഇതാ നമുക്കത് കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു പിടിയൊന്നുമല്ല, എത്ര മല്ലിയില വീട്ടിലുണ്ടോ അത് മുഴുവൻ ആ കറിക്കകത്ത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. വെറും ഒരു മല്ലിയിലല്ലേ അതെന്ന് വിചാരിച്ചിട്ട് പുച്ഛിച്ച് തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആ ഒരു മല്ലിയിലയാണെന്നുണ്ടെങ്കിലും അതിനെന്തോ അത് കറിക്കകത്ത് അങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അങ്ങനെതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി ചിക്കന് മസാലയൊക്കെ പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം നേരമായി അതൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടാകും. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആക്കുമ്പോൾ പച്ചമുളകും കറിവേപ്പിലൊക്കെ അങ്ങ് ഇടുവാണെന്നുണ്ടെങ്കിൽ അതും ഒരു പ്രത്യേക വൈബ് തന്നെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഞാൻ കറിവേപ്പിലിനെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പിലക്കൊക്കെ ഭയങ്കര ക്ഷാമമാണ്. പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അതെന്തോ അത്ര വലിയ ഫ്ലേവറൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യലില്ല കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കണ ആ ഒരു കറിവേപ്പില അതൊന്നും വേറെ തന്നെയല്ലേ. ചിക്കനും നമ്മൾ അങ്ങോട്ട് ഒരുപാടൊന്നും ഫ്രൈ ആക്കി എടുക്കണില്ല കേട്ടോ. നമ്മൾ ആകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, നമ്മൾ വീട്ടിലാകെ 2-3 ആൾക്കാരേ ഉള്ളൂ. പിന്നെ അവർ വരാനും ആകെ 2 പേരേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതിയെല്ലാം. അപ്പോൾ ചിക്കൻ ഫ്രൈനെ തന്നെ നോക്കി നിന്നിട്ട് ഞാൻ എൻ്റെ സമയം കളയണില്ല, അതവിടെ ആയിക്കോട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ അതാ ഇവിടെ ചപ്പാത്തിയും കൂടെ ആക്കി എടുക്കണുണ്ട് കേട്ടോ. ചപ്പാത്തിയുടെ ആ ഒരു മാവ് കുഴക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്ര വട്ട് പിടിച്ച പണി എനിക്ക് വേറെ ഒന്നുമില്ല. എനിക്കെന്തോ ഇഷ്ടമില്ല, നമ്മളെ വീട്ടിൽ അങ്ങനെ ഈ സാധനം ഉണ്ടാക്കലുമില്ല. ചപ്പാത്തി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 വേറെ ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം കഴിച്ചു നോക്കും, അത്രേ ഉള്ളൂ കേട്ടോ. എന്തോ അതിലോട്ടൊക്കെ കറി കൊഴിച്ചിട്ട് അതങ്ങോട്ട് കഴിക്കുമ്പോൾ ഒരു മതിരിപ്പ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുക. എന്നെ പോലെ ചപ്പാത്തി
ചപ്പാത്തി ഹേറ്റേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പാലപ്പത്തിൻ്റെ മാവ് നമ്മൾ നേരത്തെ കാലത്ത് തന്നെ അരച്ച് സെറ്റാക്കി വെച്ചിരുന്നല്ലോ. അപ്പോൾ നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാ പണികളും കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ അതും പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മളത് ചെയ്തതാണ്. അതിൻ്റെ ആ ഒരു ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് അതൊന്ന് പോയി കണ്ടേക്ക്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പാലപ്പം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ഇതാ പാലപ്പൊക്കെ നമ്മൾ ഓരോന്നായിട്ട് ഇവിടെ ആക്കി എടുക്കുന്നുണ്ട്. മറ്റേ അടുപ്പത്ത് നമ്മൾ ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെ ഷേപ്പിലും ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്രത്യേക തരം കഴിവ് എനിക്കുണ്ട്. എന്നെപ്പോലെ ഈ ഒരു കഴിവ് വേറെ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് പറയണേ. എനിക്കെന്തോ ഈ ഒരു സാധനത്തിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം അതിന് എന്നെ ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ച ഷേപ്പിലൊന്നും അതാവില്ല. ആക്ച്വലി അനിയത്തിനെയും ഹസ്ബൻഡിനെയും കുട്ടിനെയാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. പക്ഷേ അവരെ ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അവരെ ഇൻക്ലൂഡ് ചെയ്യാനും അതേപോലെ തന്നെ അവർക്ക് ഫുഡ് കൊടുക്കുന്നത് ഇൻക്ലൂഡ് ചെയ്യാനും ഒന്നും തന്നെ പറ്റിയില്ല കേട്ടോ. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഓൺലൈൻ ക്ലാസ്സൊക്കെ കാരണം കുറച്ച് ഇത്തിരി ബിസി ആയിപ്പോയി. അപ്പോൾ അവർക്കുള്ള ഫുഡ് ഐറ്റംസും ഹോർലിക്സും എല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇവരെ ഡീറ്റെയിൽഡ് ആയിട്ട് വിളിക്കണമെന്ന് ഞാൻ നല്ല അടിപൊളി വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എനിവേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.